പാർവതി പ്രിയന് വേണ്ടി ഒരാളെ കൊല്ലാൻ വരെ തയ്യാറായി. ഇനിയും അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെന്ന് കൈലാഷിന് തോന്നുന്നുണ്ടോ? പാർവതി നിയന്ത്രണം വിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നെ. അവളെ നിയന്ത്രിക്കാൻ കൈലാഷിനെ കൊണ്ട് മാത്രമേ കഴിയൂ. എന്തൊക്കെയാ മോനെ കമ്പനി നടക്കുന്നത്? പാർവതിക്ക് നീ കമ്പനിയിൽ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരാളെ കൊല്ലാൻ പോവാന്നൊക്കെ പറഞ്ഞ പാർവതിയെ മതി. ഞാൻ ആവശ്യമില്ലാതെ കുറെ ആളുകൾക്ക് എന്റെ ലൈഫിൽ സ്ഥാനം വിശ്വാസം നൽകിയെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇന്നെല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. നീ ആരെയാ വിളിക്കുന്നേ? പാർവതിയെ. പാർവതി എടുക്കുന്നില്ലേ? അവള് പ്രിയനെ ബംഗ്ലാദേശിലേക്ക് പോകുന്നതിൽ നിന്നും തടയാൻ പോയതായിരിക്കും. നീ ഹോസ്റ്റലിൽ ചേർക്കാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞ് അവള് പ്രിയന്റെ വീട്ടിൽ പോയിരുന്നത് ഓർമ്മയില്ലേ? ഇപ്പോഴും അവള് അവിടെ തന്നെ ഉണ്ടാവും. അങ്ങോട്ട് പോയാ അവര് രണ്ടുപേരെയും കയ്യോടെ പൊക്കാം. ആന്റി, നമ്മള് കണക്ക് കൂട്ടിയതുപോലെ തന്നെ കൈലാഷിന് പ്രിയനോടും പാർവതിയോടും ദേഷ്യം തോന്നിക്കഴിഞ്ഞു. നീ അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ നീ പാർവതിയും പ്രിയനും ചെയ്ത വഞ്ചനയെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിക്കണം. പാർവതിയോടുള്ള അവന്റെ ദേഷ്യം കൂട്ടിക്കൊണ്ടേയിരിക്കണം. ശരി ആന്റി, ഞാൻ അവിടെ നടക്കുന്നതെല്ലാം അപ്പ വിളിച്ചു പറയാം. എന്താ പ്രിയൻ ചേട്ടാ ചോദിച്ചെന്ന് മറുപടി പറയാത്തത്? ഞാൻ പ്രിയൻ ചേട്ടൻ തന്ന കത്തുകളും സമ്മാനങ്ങളും തിരിച്ചു തന്നിട്ട് കുറച്ചുനാള് ഗന്ധർവനെ കുറിച്ച് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണോ? ഞാൻ പ്രിയൻ ചേട്ടനെ ഒരുപാട് വേദനിപ്പിച്ചതിന്റെ ദേഷ്യമായിരുന്നോ? നീ ആരാണെന്ന് മുഴുവനായി മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് നിന്നോട് പ്രണയം തോന്നിയത്. പക്ഷെ എന്നെ കാണുക പോലും ചെയ്യാതെ നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ നിന്റെ സ്നേഹം എന്റെ സ്നേഹത്തെക്കാൾ എത്രയോ വലുതാണ്. നിന്നോട് ഞാൻ എങ്ങനെ ദേഷ്യപ്പെടും? പിന്നെ എന്തിനാ എന്നെ വിട്ട് പോകാൻ ഒരുങ്ങിയത്? അതറിഞ്ഞ നിനക്ക് താങ്ങാൻ കഴിഞ്ഞൊന്നു വരില്ല. അതെന്താ? ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചല്ലോ. ഇനി അതിനെക്കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത്? നമ്മൾ തമ്മില് രഹസ്യങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പ്രിയൻചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? എനിക്കെല്ലാ സത്യം അറിയണം. ഞാൻ പോവാൻ തീരുമാനിച്ചത് കൈലാഷ് സാറിന് വേണ്ടിയാണ്. കൈലാഷ് സാറിന് വേണ്ടിട്ടോ? അതെ, കൈലാഷ് സാറിനും നിന്നെ ഇഷ്ടമാണ്. എന്താ പ്രിയൻചേട്ടൻ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇല്ല, പ്രിയൻചേട്ടന് എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ. അദ്ദേഹം ഒരിക്കൽ പോലും എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. എന്നോട് കരുതൽ കാണിക്കുന്നല്ലാതെ അദ്ദേഹം... എനിക്ക് ഒരു തെറ്റിദ്ധാരണയും സംഭവിച്ചിട്ടില്ല. കൈലാഷ് സാറിന് നിന്നെ ഇഷ്ടമാണ്. അദ്ദേഹം എനിക്ക് ദൈവത്തെ പോലെയാ. അങ്ങനെ ഒരാള് എങ്ങനെയാ? ആരാ ഇത് പ്രിയൻചേട്ടനോട് പറഞ്ഞത്? കൈലാഷ് സാർ തന്നെ എന്നോടിത് പറഞ്ഞത്. രുദ്രപ്രതാപിന്റെ ആളുകളിൽ നിന്ന് നിന്നെ രക്ഷിച്ചുകൊണ്ട് പോകുമ്പോഴാ അദ്ദേഹം എന്നോടിത് തുറന്നു പറഞ്ഞത്. എന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആദ്യ കാഴ്ച തന്നെ എന്റെ മനസ്സിൽ കയറി പറ്റിയ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അത് വേറെ ആരുമല്ല, ഈ പാർവതി. ദൈവത്തിന് അഭിഷേകം ചെയ്യാനുള്ള 31 കുടം വെള്ളം കൊണ്ട് തന്നത് ആരാണെന്ന് അറിയൂ പ്രിയന്? എന്റെ പാർവതി. അദ്ദേഹം എന്നോടത് പറഞ്ഞതിന് ശേഷം ഞാൻ ആകെ തകർന്നുപോയി. നിന്നെ ആദ്യം ഗ്രാമത്തിൽ വെച്ച് കണ്ടപ്പോൾ മുതൽ അദ്ദേഹം നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ.